എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് അകലുന്നു എന്ന് എന്ന ചിന്ത ആ വ്യക്തിയെ വേദനിപ്പിക്കുന്നുണ്ടെന്നതിനെക്കുറിച്ചാണ്. ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ആദ്യം കാണുന്ന ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് അകന്നോ എന്ന ചിന്ത ആ വ്യക്തിയെ തീർച്ചയായിട്ടും വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലിലേക്ക് പോകാം. നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നും അകന്നു എന്നൊരു ചിന്ത ആ വ്യക്തിയെ വേദനിപ്പിക്കുന്നുണ്ട്. പഴയ സ്നേഹം നിങ്ങൾക്കില്ല, പഴയ ഇഷ്ടം നിങ്ങൾക്കില്ല, നിങ്ങൾക്കിടയിൽ സംസാരിക്കാൻ പഴയതുപോലെ സബ്ജക്റ്റുകളില്ല, തമാശകളില്ല, ചിരികളില്ല, അടുപ്പം തോന്നുന്ന സംസാരങ്ങളില്ല. അങ്ങനെ നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് അകലുകയാണെന്നുള്ളൊരു ചിന്ത ആ വ്യക്തിയിൽ ഉണ്ടാവുകയാണ്. എങ്ങനെയാണ് ആ വ്യക്തിയിൽ ആ ചിന്ത ഉണ്ടാകുന്നതെന്നൊന്നും അറിയില്ല. പക്ഷേ തീർച്ചയായിട്ടും ആ ചിന്ത, അത്തരം ചിന്തകൾ ആ വ്യക്തിയെ അകറ്റുകയാണ്. ആ വ്യക്തിക്ക് വിഷമമുണ്ടാകുകയാണ്. ആ വ്യക്തി സത്യം പറഞ്ഞാൽ ഒരുപാട് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് കൂടുതൽ അടുപ്പവും സ്നേഹവും ആ വ്യക്തി പ്രതീക്ഷിക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ വേദനയായിട്ട് മാറുകയാണ്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചില വേദനകൾ ഉണ്ടാകുകയും ചെയ്യുകയാണ്. എന്തിനാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്, എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് എന്നുള്ള ഒരുപാട് ചിന്തകൾ ആ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടാകുകയാണ്. എന്ത് കാരണത്താലായിരിക്കും എൻ്റെ വ്യക്തി എന്നിൽ നിന്ന് അകലുന്നത്, എന്ത് കാരണത്താലായിരിക്കും എൻ്റെ വ്യക്തിക്ക് എന്നോട് അകൽച്ച തോന്നുന്നത് എന്നിങ്ങനെയുള്ള ചിന്തകൾ ആ വ്യക്തിയെ തിരിച്ച് വിളിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തി ഹൃദയത്തിൻ്റെ ഉള്ളിൽ തുറന്ന് ചിന്തിക്കുന്നുണ്ട്. ഒരുപാട് പ്രതിസന്ധികൾ ആ വ്യക്തിയെ അലോസരപ്പെടുത്തുന്നുമുണ്ട്. എന്തുകൊണ്ടാണ് ആ വ്യക്തി ഇത്തരത്തിൽ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് വലിയ തരത്തിലുള്ളൊരു ഭയമാകുകയാണ്. നിങ്ങൾ പതുക്കെ ആ വ്യക്തിയിൽ നിന്ന് അകലുകയാണോ? പറയാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും തൻ്റെ മനസ്സിലൊന്നുമില്ല. നിങ്ങൾക്കിടയിലുള്ളതെല്ലാം ചോർന്നു പോവുകയാണ്. പ്രണയവും ഇഷ്ടവും ഒക്കെ ചോർന്നു പോയി ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുമോ എന്നുള്ള ഭയവുമുണ്ട്. അങ്ങനെ ജീവിതത്തിൽ ഒന്നുമില്ലായ്മകളിൽ നിന്നും, ഒരു പ്രതിസന്ധികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവപ്പെടുകയാണ്. നിങ്ങൾക്കിടയിൽ ഒന്നും പറയാനും ഒന്നും ചിന്തിക്കാനും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്നു. ആ വ്യക്തിക്കത് നിരാശയാകുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നും ആ വ്യക്തിക്കാണ് സ്നേഹം കുറവെന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളുടെ സ്നേഹം കുറയിൽ ആശങ്കപ്പെടുകയാണ്. മറ്റാരെങ്കിലും വന്നിട്ടാണോ എന്നെ വെറുക്കാൻ കാരണം എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ട്. കൂടുതൽ തുറന്ന ആ വ്യക്തിയായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലും ആ വ്യക്തിയുടെ മനസ്സിലുമുള്ള ഇത്തരം ചിന്തകളൊക്കെ മാറും. ആ വ്യക്തി ഒരു ശൂന്യത ഫീൽ ചെയ്യുന്നുണ്ട്. അത് ആ വ്യക്തിയെ ഒരുപാട് വിഷമിപ്പിക്കുന്നുമുണ്ട്. അടുത്തതായിട്ട് രണ്ടാമത്തെ ഫയൽ സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളാൽ വിങ്ങിപ്പൊട്ടുകയാണ് ആ വ്യക്തിയുടെ മനസ്സ്. സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് ആളുകളെ മനസ്സിലേക്ക് കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ മറന്നോ എന്നുള്ള ചിന്ത ആ വ്യക്തിയിലുണ്ട്. ആദ്യം ആ വ്യക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പറയാനും സംസാരിക്കാനും ഒരുമിച്ചിരിക്കാനൊക്കെ നിങ്ങൾക്ക് സമയമുണ്ടായിരുന്നു. കൂടുതൽ ആളുകൾ വന്നു കഴിഞ്ഞപ്പോൾ, കൂടുതൽ തിരക്കുകൾ നിങ്ങൾക്കുണ്ടായപ്പോൾ, കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ഡീൽ ചെയ്ത് തുടങ്ങിയപ്പോൾ ആ വ്യക്തിയോടുള്ള നിങ്ങളുടെ സമീപനം മാറിയോ, സ്നേഹം കുറഞ്ഞോ എന്നുള്ള സംശയം കൃത്യമായിട്ട് ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുകയാണ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ കടന്നു പോകുന്നത്, എന്തുകൊണ്ടായിരിക്കും ഇത്രയും ദുഃഖം ഉണ്ടാകുന്നുള്ള ചിന്ത ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. ഏതായാലും മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു ദുഃഖം, വേദന തളം കെട്ടി നിൽക്കുകയാണ്. ആ വേദന മനസ്സിലാകുന്നുണ്ട് കൃത്യമായിട്ട്. എങ്ങനെയായിരിക്കും ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുക, എങ്ങനെയായിരിക്കും ആ പ്രതിസന്ധിയെ തരണം ചെയ്യുക എന്നുള്ള ഭയത്തിലാണ് ആ വ്യക്തി. താൻ അവഗണിക്കപ്പെടുകയാണ്. മറ്റുള്ളവരുടെ കിട്ടുന്ന പ്രാധാന്യം തനിക്ക് കിട്ടുന്നില്ല. എല്ലാ പ്രാധാന്യങ്ങളും നഷ്ടപ്പെട്ട് ഒന്നുമല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തുകയാണോ, ഇനി എന്താണ് പോംവഴി എന്നുള്ള ചിന്തയൊക്കെ ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് തനിക്കിനി ഒരുമിച്ച് പോകാൻ കഴിയുമോ, തനിക്കിനി ഒന്നായിട്ട് പോകാൻ കഴിയുമോ,
അല്ലെങ്കിൽ താനിനി എന്ത് ചെയ്യും, തൻ്റെ കാര്യം എന്താകും, തൻ്റെ വ്യക്തി തൻ്റെ വികാരങ്ങളും വിചാരങ്ങളൊന്നും ഉൾക്കൊള്ളുന്നില്ലല്ലോ. മറ്റു പലർക്കിടയിൽ പെട്ടുപോയി താൻ അവരിലൊരാളോ അല്ലെങ്കിൽ അതിൽ താഴെയുള്ള ഒരാളായോ മാറിയോ എന്നുള്ള ചിന്തയൊക്കെ നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. അത് ആ വ്യക്തിയെ അലോസരപ്പെടുത്തുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങളിലേക്ക് നിങ്ങൾ തിരക്കായപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാനും നിങ്ങൾക്ക് ഇടപെടാനും കൂടുതൽ ആളുകളും കൂടുതൽ അവസരങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വന്നപ്പോൾ ആ വ്യക്തി അവഗണിക്കപ്പെടുകയാണോ, ആ വ്യക്തി അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോവുകയാണോ അല്ലെങ്കിൽ അറിയപ്പെടാതെ പോവുകയാണെന്നുള്ള ചിന്ത ആ വ്യക്തിയിലുണ്ട്. അത് ആ വ്യക്തി ഓരോ നിമിഷവും ദുഃഖിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ വ്യക്തി അത് തുറന്ന് പറയുന്നില്ലായിരിക്കാം, തുറന്ന് സംസാരിക്കുന്നില്ലായിരിക്കാം. പക്ഷെ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ അതൊരു വേദനയായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ആ വേദന ആ വ്യക്തിക്ക് പറഞ്ഞ് മാറ്റാൻ കഴിയുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് തളം കെട്ടി നിൽക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.